സൂര്യന്മാരെ ഏതെങ്കിലും ഒരു ഫിസിസിസ്റ്റാണോ ഉണ്ടാക്കി കറക്കിയിരിക്കുന്നത്? അങ്ങനെയല്ല സാർ. ഇപ്പോൾ ഒരുപാട് ഗ്രഹങ്ങളെയൊക്കെ നമ്മൾ ഈ ഉപഗ്രഹങ്ങളെയൊക്കെ ഉണ്ടാക്കി വിടുന്നുണ്ട്. ഒരു വിരോധവുമില്ല. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഉപഗ്രഹങ്ങളെ ഉണ്ടാക്കി വിടുന്നതിന് എത്രയോ മുമ്പ് അനന്ത കോടി സൂര്യന്മാരെ ഉണ്ടാക്കി കറക്കുന്നു ഈ ബ്രഹ്മം. അല്ലല്ല, തെറ്റിപ്പോയി. മായ. ബ്രഹ്മത്തിന് ജോലിയൊന്നുമില്ലേ? എന്തിന് കറക്കുന്നു? ഈ ഒരൊറ്റ ചോദ്യം നമുക്കും ചോദിച്ചു നോക്കാം. കുറെ കറങ്ങി ആധുനിക ശാസ്ത്രജ്ഞൻ തന്നെ പറയുന്നു ഈ സൂര്യൻ തണുത്തുറഞ്ഞില്ലാതാകും. അപ്പോഴേക്കെന്തായാലും ഭൂമിയും നമ്മളുമൊക്കെ ഇല്ലാതാകും. ഇത് എത്ര പ്രാവശ്യമായി? വാസിഷ്ഠത്തിൽ ഒരു മുനി പറയുന്നുണ്ട്, ബ്രഹ്മാണ്ടാവലയോ ഗ്രസ്താഹ, അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളെ കാലൻ വന്ന് പറയുകയാണ്, ഞാൻ വിഴുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മഹർഷേ. ബ്രഹ്മാണ്ടാവലയോ ഗ്രസ്താഹ നികീർണ രുദ്രകോടയ, കോടിക്കണക്കിന് ശിവന്മാരെ ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. കാലൻ പറയുകയാണ്, ഇതാർക്കെങ്കിലും തിരസ്കരിക്കാൻ പറ്റുമോ? ഭുക്താനി വിഷ്ണു വൃന്ദാനി. വിഷ്ണു ശിവൻ എന്നൊക്കെ പറഞ്ഞാൽ നാമരൂപങ്ങളാണ്. അനേകം തവണ വിഷ്ണുവിൻ്റെയും ശിവന്റെയും നാമരൂപങ്ങൾ ഉണ്ടായി മറഞ്ഞിട്ടുണ്ട് കാലഗതിയിൽ. അതുകൊണ്ടാണ് കാലൻ പറയുന്നത് ഭുക്താനി വിഷ്ണു വൃന്ദാനി, വിഷ്ണുക്കളുടെ കൂട്ടങ്ങളെ ഞാൻ ചവച്ച് ഭുജിച്ചിട്ടുണ്ട്. ക്വനശക്താവയം മുനെ, നമുക്കെന്ത് കഴിയില്ല? കാലത്തിന്, കാലസ്വരൂപനായ ആ ജഗദീശ്വരന് എന്താണ് കഴിയാത്തത്? ഇവിടെ ഇങ്ങനെ വരുന്നു പോകുന്നു, ആവർത്തിച്ച് ആ ബ്രഹ്മഭുവനാനി ലോകാഹ പുനരാവർത്തിന, എല്ലാം വീണ്ടും വരുന്നു. വാസിഷ്ഠനുണ്ടെങ്കിൽ വായിച്ചു നോക്കുക. കാകഭുഷുണ്ട യോഗിയുടെ കഥ വായിച്ചു നോക്കുക. കാകഭുഷുണ്ടൻ വസിഷ്ഠനോട് പറയുന്നു, എടോ 10 തവണ ഈ ഭൂമി ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്.